ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ. കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കൊടി വാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ, ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. എൻ മനസ്സിൻ്റെ വാതിൽ നിനക്കായി മാത്രമെന്നും തുറക്കും ഈശോയേ. കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കൊടി വാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ, ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ. എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ സിസ്റ്റർ മെർലിൻ പോൾ CMC. ഞാൻ ജനിച്ചത് ജോർദാനിലാണ്. മമ്മി അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്നു. കുഞ്ഞുനാളിൽ പിന്നെ മമ്മിക്ക് ട്രാൻസ്ഫർ കുവൈറ്റിലേക്ക് വന്നപ്പോൾ ഞാനും അനിയത്തിയും ഡാഡിയും കൂടെ നാട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ നാട്ടിൽ സെറ്റിൽഡായി. ചെറുപ്പത്തിൽ എന്നെ അനിയത്തിയെയൊക്കെ വളർത്തിയതും ഓരോ അമ്മയെ പോലെയൊക്കെ നോക്കിയതൊക്കെ ഡാഡിയാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഡാഡി ഇങ്ങനെ മുടി ചീകി തരുന്നതും പൊട്ടുകുത്തി തരുന്നതും സ്കൂളിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കിയൊക്കെ തരുന്നതും വലിയ കരുതലോടുകൂടിയാണ്, ഫ്രീഡത്തോടുകൂടി തന്നെയാണ് ഡാഡി ഞങ്ങളെ നോക്കിയത്. മമ്മിയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ മാസത്തിൽ ഓരോ കത്തൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ഒരു കത്തിൻ്റെ അവസാനം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബൈബിൾ കഥകളൊക്കെ കാണും. അപ്പോൾ നമുക്ക് വലിയ താല്പര്യമാണ് കത്ത് കിട്ടാൻ, അവസാനത്തെ ആ ബൈബിൾ കഥയൊക്കെ ഒന്ന് വായിക്കാനും ഒക്കെ. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പകാലം, സന്തോഷത്തോടു കൂടിയ ഒരു ചെറുപ്പകാലം. ചെറുപ്പത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ വലിയ സ്റ്റൈലൊന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട അനുഭവമായിട്ട് എപ്പോഴും മനസ്സിൽ തങ്ങുന്നത് വിശുദ്ധ കുർബാനയുടെ മധ്യേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അന്നെനിക്ക് 7 or 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുർബാന ഞാൻ വലിയ ഭക്തിയോടെയൊന്നുമല്ല, സാധാരണ നിൽക്കുന്ന പിള്ളേർ നിൽക്കുന്നത് പോലെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി തന്നെ പങ്കുകൊള്ളുമായിരുന്നു. അപ്പോൾ നോക്കുമ്പം ഞാൻ കണ്ണു തുറന്നതിനെ നിൽക്കുക. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുവാണ് ഞാൻ താഴേക്ക് വീഴുന്നതായിട്ട്. താഴേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു പാമ്പ് വാ പൊളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാൻ എന്നെ വിഴുങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ഓർത്തു ഞാൻ താഴേക്ക് വീണുകൊണ്ടിരിക്കുവാണല്ലോ, പാമ്പ് എന്നെ വിഴുങ്ങുമല്ലോ. ആ
ആ പേടി എനിക്കുണ്ട്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ താഴേക്ക് വീണുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്നാണ് ഒരു കരം വന്നിട്ട് ശക്തമായിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചങ്ങ് പൊക്കുന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായി. ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ടൊരു കരം. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു മീൻസ് ദൈവം ഇടപെടുന്നു, ദൈവം സംരക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കാൻ കൂടെയുണ്ട് എന്നൊരു വലിയൊരു ബോധ്യം കിട്ടുമായിരുന്നു. അപ്പോൾ റിയലായിട്ടൊരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആ ദൈവത്തോട് സംസാരിക്കാനുള്ള നോർമലായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ദൈവത്തോടൊന്ന് മിണ്ടുക. അപ്പം എങ്ങനെ മിണ്ടണമെന്ന് പോലും അറിയത്തില്ല. ഒരു ചെറിയ വർത്തമാന സ്റ്റൈലിൽ കൂടെ ഞാൻ തുടങ്ങുവാണ്. ഈശോയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണോ? ഓക്കേ. പ്രാർത്ഥിക്കുന്ന കുട്ടികളെയാണോ ഈശോയ്ക്ക് ഇഷ്ടം? എനിക്ക് വർത്തമാനം പറയാനാണ് ഇഷ്ടം. ഈശോ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് മാത്സ് അല്പം പാടാ. ടീച്ചർ എത്ര പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എഴുതി വരുമ്പോഴത്തേക്കും തെറ്റിപ്പോവുക. ഈശോ എന്നെ ഒന്ന് സഹായിക്കാമോ? ഈശോ എൻ്റെ കൂടെ നിന്നാൽ മതി, അപ്പോൾ എല്ലാം ശരിയാവും. വെക്കേഷൻ കഴിഞ്ഞ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. തോട്ടിൽ പോകണം, പുഴയിൽ പോകണം, പിന്നെ ഒരുപാട് കളികൾ കളിക്കണം. ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ വാക്ക് മാറ്റിയേക്കല്ല. ഇന്നത്തേക്ക് ഇത്രയും മതി. ചെറുപ്പത്തിൽ ഈശോയുമായിട്ട് മീൻസ് വഴക്കും കൂടാറുണ്ടായിരുന്നു. ചിലപ്പം മിണ്ടാത്തപ്പോൾ ചോദിക്കും, മിണ്ടാത്തേ, ഒന്നും സംസാരിക്കാനില്ലേ? ചിലപ്പോഴൊക്കെ ചോദിക്കും, ഇങ്ങനെ തന്നെയാണോ ഈശോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലേലും ഈശോയ്ക്ക് മനസ്സിലാവുമല്ലോ മെർലിൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈശോ ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചെന്നോട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യണേന്നൊക്കെ ഞാൻ സംസാരിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും സിമ്പിളായിട്ട് ഈശോ എല്ലാം കാണുന്നു, ഈശോയ്ക്ക് എല്ലാം അറിയാം. നമ്മൾ എന്ത് ചെയ്താലും കുഞ്ഞു പിള്ളേരെ പോലെയല്ലേ, ഈശോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, മാനേജ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഫീലിംഗ്, അങ്ങനെ ഒരു വിശ്വാസം കുഞ്ഞുനാൾ മുതൽ എനിക്കുണ്ടായിരുന്നു. സിസ്റ്റർ മെർലിൻ പോളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. ഒരു എംടെക് വിദ്യാർത്ഥിനിയായി അതിലേറെ ഉപരി ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് എല്ലാ സാധ്യതകളും ലഭിച്ചതിന് ശേഷം ഒരു കാൻഡിഡേറ്റ് കർമ്മല സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരിയേറെ ആശങ്കയുണ്ടായിരുന്നു, അതെന്തായിരിക്കും അങ്ങനെ വരാനുള്ള കാരണമെന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ എന്തോ നേടിയെടുത്തു എന്നുള്ളൊരു മനോഭാവത്തോടെ കുട്ടി ഇതിലെ ഓടിപ്പാടി എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോൾ എന്തോ കാര്യമായ ഒരു നേട്ടം ആ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എൻ്റെ കുട്ടിക്കാലത്തിലെ അനുഭവത്തിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ പറയും, ഈശോ സത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുവാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അന്ന് സാധിച്ച് കിട്ടുമെന്നൊക്കെയുള്ള കമൻസൊക്കെ കിട്ടുമായിരുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരുക്കം. അപ്പോൾ കുമ്പസാരത്തിനാണെങ്കിലും പറ്റുന്നതത്ര മുഴുവൻ പാപങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർത്ത് പേപ്പറിലൊക്കെ എഴുതി അത് തന്നെ ഓർത്തൊക്കെ തലേദിവസം കുമ്പസാരത്തിന് പറയുന്നതും ആ പറയുന്നതിന് മുമ്പുള്ള എൻ്റെ ചമ്മലും അത് പറഞ്ഞതിന് ശേഷമുള്ളൊരു റിലീഫൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റായിട്ടുള്ള രീതിയിൽ എൻ്റെ ഉള്ളിലേക്ക് ഈശോ വരുവാണല്ലോ, അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ശുദ്ധമായിരിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങിയത് ഈശോയെ സ്വീകരിക്കാനൊക്കെ പോയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം സത്യമായിട്ടും അതിന് ശേഷമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എനിക്ക് കുറച്ചുകൂടെ വിവേചിച്ചറിയാനുള്ളൊരു കൃപ കിട്ടുന്നത്. ഞാനിപ്പോൾ ഓർക്കുവാണ്, ഞാനൊരു എക്സാം PCM സ്കോളർഷിപ്പ് എക്സാമിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. സ്കൂളിലേക്ക് പോണ വഴി ബസ്സിലിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദൈവമേ ഹോൾ ടിക്കറ്റ് എടുക്കാതെയാണല്ലോ ഞാൻ ഈ എക്സാമിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ചെന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ലേറ്റ് ആവും. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്യും ഈശോയെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുവാണ്, നീ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് കരഞ്ഞേക്കാം, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഈ എക്സാം സമയത്തുണ്ടായിരിക്കുമെന്ന്. അപ്പം ഞാനന്ന് ചെന്നു, അപ്പം ഹെഡ് മിസ്ട്രസിനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഇല്ല എന്നുള്ള നോർമൽ കണ്ടീഷനിൽ എന്തേ ഒരു ഹോൾ ടിക്കറ്റ് ഇല്ലാത്ത കുട്ടി വന്ന് എക്സാം എഴുതുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചതേ ഞാൻ കരയാൻ തുടങ്ങി.
എന്തായാലും എക്സാം ഹോളിലേക്ക് പൊക്കോളാൻ എച്ചം പറഞ്ഞു വിട്ടു. അപ്പോൾ എക്സാം എഴുതാൻ തുടങ്ങി. പക്ഷേ വിഷമം കാരണം എനിക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ ഒന്നും തന്നെ ഓർമ്മയുണ്ടായില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വരം പറയുന്നത് പോലെ ഇത് ഈ ഓപ്ഷൻ എ എന്ന് ഇട്ട് നോക്ക്, ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പം അങ്ങനെ ഞാൻ പയ്യെ ആൻസർ ചെയ്യാൻ തുടങ്ങി. എൻഡ് ഓഫ് ദി എക്സാം എനിക്ക് എൻ്റെ റൈറ്റ് ആൻസർ ഏതാണോ റോങ് ആൻസർ ഏതാണെന്നൊന്നും എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. ഞാൻ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് തിരിച്ചു കൊടുത്ത് ഹോളിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഡിസ്കഷനുണ്ട്, ഈ ക്വസ്റ്റ്യൻ ആൻസർ നീ ഏതാ എഴുതിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും ഏതാ എഴുതിയെന്നൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പം അതിനുശേഷം ഞാൻ വന്നു. പിന്നെ കുറച്ച് മാസത്തിന് ശേഷമാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ PCM സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ടുള്ള അന്ന് വരെയുള്ള ഒരു എക്സാമിനും എനിക്ക് കിട്ടാത്ത സ്കോളർഷിപ്പ് അടിച്ചത് ആ ഒറ്റ പരീക്ഷയ്ക്കാണ്. അപ്പം അതിനുശേഷം എനിക്കിത് വളരെ ഈ ഫ്രണ്ട്ഷിപ്പ്, അതായത് ഈശോയായിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ ത്രില്ലിംഗ് ആയിട്ടും തോന്നാൻ തുടങ്ങി. അതായത് നല്ല എത്ര കംഫോർട്ടിങ് ആയിട്ടുള്ള, ഷുവറായിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് കൂടെയുള്ളതുപോലെ. ഈശോയോട് സംഭാഷിച്ചുകൊണ്ട് നടക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു പരിശീലനം തരാറുണ്ട്. പക്ഷേങ്കിൽ സിസ്റ്റർ മെർലിൻ അത് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു. ഓരോ വിശുദ്ധരെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും ദൈവത്തിന് ഓരോ പ്രത്യേകമായി ദൗത്യം ഏൽപ്പിക്കുമല്ലോ. അങ്ങനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണത്. കാരണം ചില വിശുദ്ധരൊക്കെ അങ്ങനെ സംസാരിക്കാറുണ്ട്, സഭാസ്ഥാപകർ അങ്ങനെ സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും അവരുടെ എഴുത്തുകളിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും അങ്ങനെ സംഭാഷിച്ചുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണം. സമർപ്പിതരിൽ അങ്ങനെ ഒരു ശീലമുണ്ട്. അവരങ്ങനെ പുറമേ അധികം കാണിക്കുന്നില്ലെങ്കിലും അങ്ങനെ ആ ഒരു ശീലം ഉണ്ടെങ്കിലും അതങ്ങനെ വ്യക്തമാകാറില്ല. പല ജോലി തിരക്കിലൊക്കെ കുറേ സമയത്തൊക്കെ അത് മാറിപ്പോകുമായിരിക്കും. എങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷേ മെർലിൻ പോളിനെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ അങ്ങനെ ആ ഒരു പരിശീലനം സ്വയമായിട്ട് പരിശീലിച്ചു. ഈശോയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈശോയോട് സംഭാഷിച്ച് ഈശോയോട് കൂട്ടുകൂടി നടന്നിരുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ശീലത്തിൽ തന്നെ വലിയ പരിശ്രമം കൂടാതെ നടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പുസ്തകം വായിക്കുന്ന വലിയ ശീലമൊന്നുമില്ലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യ കുർബാനയുടെ സമയത്ത് എനിക്ക് 2 ബുക്സ് കിട്ടി. ഒന്ന് ഡാഡിയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു അങ്കിള് തന്ന വാസുല റീഡൻ്റെ ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്നൊരു ബുക്കും, പിന്നെ നിറയെ കാർട്ടൂൺസ് ഉള്ള ബുക്കും. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ കാർട്ടൂൺസ് ഉള്ള ബുക്ക് ഞാൻ ഭയങ്കര പ്രിയപ്പെട്ടതായി കരുതിയിട്ടുണ്ട്. ഈ ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്നുള്ള ബുക്ക് ഞാൻ ഒരു കളറും പിക്ചേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുമുണ്ടായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്ന് ആർക്കോ വായിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം ഞാൻ എടുക്കുന്നത്. അപ്പം അവർ ജസ്റ്റ് 2-3 പേജ് വായിച്ച് പിന്നെ മാറ്റി വെച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ഇത് എന്ത് പുസ്തകമാണെന്നറിയാൻ വേണ്ടി നോക്കി. അപ്പോൾ ആദ്യത്തെ 1-2 പേജുകളിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ അത് ജസ്റ്റ് പറയുന്നത് ഒരു ഫാഷനബിൾ ആയിട്ടുള്ളൊരു ലേഡി ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്. അതായത് ആ ചേച്ചി ജസ്റ്റ് യൂഷ്വലായിട്ടുള്ള സാധാരണ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഈശോയായിട്ട് എങ്ങനെയാണ് പങ്കുവെക്കുന്നത്, ഈശോ എങ്ങനെയാണ് ആ ചേച്ചിയോട് തിരിച്ച് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ ആ വാസുല റീഡൻ എഴുതി വെച്ചിട്ടുള്ളത്. ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രെയറിൻ്റെ സ്റ്റൈലും നല്ലത് തന്നെയാണ്, ഈശോ ഇഷ്ടപ്പെടുന്നതാണ്, ഈശോ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ കുഞ്ഞുനാളിലേ ഞാൻ ഈശോയോട് ഇങ്ങനെ വർത്തമാനം പറയുന്നത്, വീട്ടിൽ വന്നിട്ട് മുറി കയറി കഥയൊക്കെ അടച്ചിരുന്ന് ഈശോയുടെ രൂപത്തിന് മുമ്പിലിരിക്കും. എന്നിട്ട് ജസ്റ്റ് അന്നത്തെ സംഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ഉണ്ടായി, ആരോടെങ്കിലുമൊക്കെ വഴക്ക് കൂടി, ആരെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞെങ്കിൽ അത് ഓപ്പണായിട്ട് ഈശോയോടങ്ങ് പറയും. എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു, അവരെന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെയെല്ലാം എന്തൊക്കെ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടോ അത് ഫസ്റ്റ് ഈശോയോട് മൊത്തത്തിൽ അങ്ങ് പറയും, തുറന്നു പറയും. അപ്പോൾ ഈശോ എനിക്ക് മുഴുവൻ ഇങ്ങനെ ആദ്യം കേട്ടിരിക്കുന്നത് പോലെ തോന്നും. മുഴുവൻ പറയുന്ന ഫീലിങ്സ് ഈശോ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4-ോ 5-ലോ പഠിക്കുന്ന സമയം ഈ കോൺവെർസേഷൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും ഈശോ തിരിച്ച് നമ്മോട് പറയാം, എന്നോടിങ്ങനെ പറയും, നീ അത്ര മോശമൊന്നുമല്ല, നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, നീ എന്തേ ചെയ്യാത്തെ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും എൻ്റെലേക്ക് എത്തുമ്പം നമുക്ക് മനസ്സിലാവും അവരുടെ പ്രശ്നം മാത്രമല്ല, എൻ്റെ ഉള്ളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഈശോ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച് തരുമായിരുന്നു. അപ്പം ഏത് പ്രശ്നവും എനിക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ ഈശോയുമായിട്ടുള്ള വർത്തമാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതെല്ലാം സോൾവായി തീരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ കാര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരാറുണ്ടായിരുന്നു. ഞാൻ വളരെ ഫ്രീ ആവാറുണ്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും എന്നെ അധികം അങ്ങനെ ബാധിക്കാറില്ലായിരുന്നു.
ആദ്യം ഈശോയുടെ സംസാരം എനിക്ക് ഒരു തോന്നലുകൾ പോലെയായിട്ടായിരുന്നു തോന്നി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈശോ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. പിന്നെ ഇച്ചിരൂടെ വളർന്ന ഒരു കോളേജ് ലെവലിലേക്കൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ആ സംസാരം കുറച്ചുകൂടെയും ക്ലാരിറ്റിയിൽ തിരിയാൻ തുടങ്ങിയത്. അതായത് ഇപ്പം നമ്മൾ കോളേജിൽ പോകുമ്പോഴൊക്കെ റെഡി ആയിരിക്കുമ്പോഴും ഞാൻ ഈ വർത്തമാന സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഹെയർ സ്റ്റൈൽ ഇത് അടിപൊളിയാണോ, നല്ലതാണോ എന്നൊക്കെ ഈശോയോട് ചോദിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നോർമലി ഡ്രസ്സ് ചെയ്യുകയാണ്, അപ്പം നല്ല ഫ്രഞ്ച് സ്റ്റൈലിലൊക്കെ മുടി ഇങ്ങനെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ ഈശോയോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അന്നാണ് ഈശോയുടെ സ്വരം ഇങ്ങനെ കൃത്യമായിട്ട് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കേൾക്കുവാണ് സ്വരം, എന്നെക്കാളധികം ഈ ലോകത്തിൽ നിന്നെ സ്നേഹിക്കുന്നത് ആരാണ്. അപ്പോൾ അത് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതെൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വളരെ ആഴത്തിലേക്ക് അങ്ങ് ഇറങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം നമുക്കറിയാം ഈശോയാണ് നമ്മളെ സ്നേഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അത് എവിടെ നിന്ന് വന്നാണെന്നറിയില്ല, അത് വന്നതിന് ശേഷം അത് ശരിയാണല്ലോ, ഇതിനേക്കാളും വലിയ സ്നേഹമൊന്നുമില്ലല്ലോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ചുറ്റുമുള്ളവരിലൊക്കെ നോക്കും, കോളേജിലെ ലവ് ഫ്രണ്ട്ഷിപ്സ് എല്ലാത്തിലേക്കും നോക്കും. അവിടെയൊക്കെ നോക്കുമ്പോഴും എനിക്ക് ഈ സ്നേഹത്തെക്കാൾ ഉപരിയായിട്ടൊരു സ്നേഹം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതോടുകൂടി എനിക്ക് ഈശോയോടുള്ള ബന്ധം കൂടുതലായിട്ട് ആഴപ്പെടാൻ തുടങ്ങി. ഈശോയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കണം എന്നുള്ളൊരു ചിന്ത ആഴപ്പെടാൻ തോന്നി. ഈശോയുടെ സ്വന്തമായി തീരണം എന്നുള്ളൊരാഗ്രഹം വളരാൻ തുടങ്ങി. പക്ഷെ ഞാൻ വീണ്ടും കോളേജ് ലൈഫ് സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. എനിക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ ചെന്നാലും ഏത് തലങ്ങളിൽ ചെന്നാലും ഈ ക്വസ്റ്റ്യൻ എന്നെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. എവിടെയാണ്, ആരാണ്, അങ്ങനെയുള്ളത് എപ്പോഴും എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻഫോസിസ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്ലേസ്ഡായി. ഫൈനൽ ഇയർ പാസ് ഔട്ട് ആകുമ്പോൾ എൻ്റെ മുമ്പിൽ 2 വഴികളാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഒന്നെങ്കിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് എംടെക്കിനായിട്ട് പോവുക. അപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുക, എല്ലാം ഒന്ന് വിട്ടുപേക്ഷിക്കുക എന്നുള്ളത് എൻ്റെ എനിക്കതിനുള്ള ധൈര്യം ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു ആഴപ്പെട്ട ബോധ്യം വേണമെന്ന് എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സമർപ്പിത ജീവിതത്തിൻ്റെ ആഴം എന്താണ്, ഈശോ എന്താണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്നെക്കൊണ്ടൊക്കെ ഇത് സാധിക്കുമോ, എനിക്കുള്ള വിളിയാണോ ഇത് എന്നൊക്കെയോ എനിക്ക് ഒന്നോടെ ഒരു ഉറച്ച ബോധ്യം കിട്ടണം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനീസിൽ പോയി അവിടുത്തെ ടൈറ്റ് ഷെഡ്യൂളും കൂടെ ആയി കഴിയുമ്പം അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് തോന്നിയതുകൊണ്ട് ഹയർ സ്റ്റഡീസിന് തന്നെ ജോയിൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പം എംടെക് അഡ്മിഷന് വേണ്ടി ഒരു ഗേറ്റ് എക്സാം ഉണ്ട്, അതിൻ്റെ കോച്ചിങ് നേടാൻ വേണ്ടി ഹൈദരാബാദ് എയ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഹൈദരാബാദ് എയ്സ് അക്കാഡമി ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇന്ത്യയിൽ നിന്ന് നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻജിനീയറിങ് സ്റ്റുഡൻസ് അവിടെ വളരെ കോമ്പറ്റീറ്റീവായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം രാവും പകലും ഒക്കെ ലൈബ്രറി മുഴുവൻ യൂസ് ചെയ്ത് ഈവൻ ഫുഡും പോലും നമുക്ക് വേണ്ടാന്ന് വെച്ചുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെയൊക്കെ കാണുക എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു കൗതുകമായിരുന്നു. അപ്പം എന്തായാലും അവരുടെ കൂടെ ഞാനും പഠിച്ചു. എനിക്ക് ഗേറ്റ് എക്സാം പാസ്സായി. ഞാൻ NIT കോഴിക്കോടിൽ സിഗ്നൽ പ്രോസസ്സിങ് കോഴ്സിന് ജോയിൻ ചെയ്തു. എനിക്കിഷ്ടമായിരുന്നു സിഗ്നൽ പ്രോസസ്സിങ് പഠിക്കാൻ, ആ ലെവലിൽ പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം NITയിൽ ഫസ്റ്റ് ഇയർ എംടെക് കോഴ്സ് ചെയ്യുന്ന സമയത്താണ് ഓൾ ഇന്ത്യയുടെ ISRO റിക്രൂട്ട്മെൻറ്റ് ഫോർ സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയേഴ്സ് പോസ്റ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആ എക്സാം ഞാൻ എഴുതുന്നത്. അപ്പോൾ ആ എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റഡായി. ഓൾ ഇന്ത്യ ലെവലിൽ നിന്നുള്ള അവിടെ ഇൻ്റർവ്യൂവിനുള്ള കോള് വന്നു. അപ്പോഴാണ് എൻ്റെ ശരിക്കുള്ള ജീവിതത്തിലെ ഒരു ക്രൈസിസ്, അതായത് ഇതിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അതായത് എനിക്ക് 2 തലവും ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്.
അപ്പോൾ നമ്മളൊരു പഠിത്തം വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആണ്. ഇങ്ങനെ പഠിക്കുമ്പം ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുക, എല്ലാം ഈശോയുടെ സഹായത്തോടെ ഞാൻ ഇതുവരെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, റിസർച്ച് ചെയ്യുക. അതും എല്ലാവരും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണോ എന്ന് ചോദിക്കുന്ന ISR കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരും. എന്നാൽ ഞാൻ വീണ്ടും ഞാൻ പിന്നെ ആലോചിക്കുമ്പം എൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിൻ്റെയും പിന്നിലായിട്ട് നിൽക്കുന്നത്, പ്രൈമറി ഫോഴ്സായിട്ട് നിൽക്കുന്നത് ഈശോയാണ്. കാരണം ഞാൻ ഓർക്കുവാണെങ്കിൽ ചെറുപ്പം മുതലേ അത്ര സ്മാർട്ടൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷെ എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങളും പയ്യെ പിക്കപ്പ് ചെയ്യിക്കുന്നത് പലപ്പോഴും പേരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ ഫീൽ ചെയ്യിക്കുന്ന ഒരു പവറാണ് ഈശോ. അതായത് എനിക്ക് പറ്റാത്ത കാര്യങ്ങളിൽ പോലും പലപ്പോഴും സ്റ്റാറിലും തന്നെ എക്സൽ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ പല എക്സാംസും ഞാൻ പാസ്സാവുന്നത് ജസ്റ്റ് ഈശോയോട് ചോദിക്കും, എങ്ങനെ ഈശോ ഏത് ടോപ്പിക്കാണ് ഈശോ ശരിക്കും എക്സാമിന് വേണ്ടി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈശോ പറയുന്ന ഒരു ടോപ്പിക്ക് ലെവലുകളുണ്ട്, അവിടെ പ്രിപ്പയർ ചെയ്യുക. അതിന് ഏതൊക്കെ തലത്തിൽ ഞാൻ അതിൻ്റെ ഡെപ്തിലേക്ക് പോകണം, അതും ഈശോ തന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവൻ ഒരു എക്സാമിന് ഒരു കട്ടി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പോലും അതിന് ഏതൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം എന്നുള്ള ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയാണ് പറഞ്ഞു തരുന്നത്. ഈവൻ ISROയുടെ എക്സാം അത് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തരുന്നത് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി സെഷൻ വെച്ചിട്ടാണ്, മാത്സിൻ്റെ ഒരു സെഷൻ വെച്ചിട്ടാണ്. ആ സെഷൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കൂട്ടുപിടിച്ചത് ഈശോയാണ്. അപ്പോൾ ബേസിക്കലി ഈ റിസൾട്ട് സത്യത്തിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ഈ റിസൾട്ട് എനിക്ക് തരുന്നത് ഈശോയാണ്. ഈശോയുടെ കയ്യിൽ നിന്നാണ് ഇതെനിക്ക് കിട്ടുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഇതിനപ്പുറം തരാൻ കഴിവുള്ളവനാണ് ദൈവം എന്നുള്ള ആഴപ്പെട്ട ബോധ്യവും എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഗിഫ്റ്റ് വേണോ, ഗിഫ്റ്റ് തരുന്ന ആളെ വേണോ എന്നുള്ളതാണ്. അപ്പം നോർമലി വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഈശോയെ കടന്ന് വേറൊരു ചോയ്സ് എനിക്കില്ല. ഈശോയ്ക്ക് വേണ്ടി എന്തും വിട്ട് കളയാൻ എനിക്ക് കഴിയും. കാരണം ഈശോയാണ് എനിക്ക് തന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ആഡപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയാണ്. ഈശോയുടെ കരങ്ങളിൽ നിന്ന് മേടിച്ച് എന്തിനെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കൊണ്ട് തരാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം എല്ലാവരും ചോദിക്കും. പിന്നെ ഞാൻ ചിന്തിച്ചപ്പം ഓർത്തു, ഇവനിപ്പോൾ ISRO ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ യൂസ് ചെയ്യുന്നത്? എൻ്റെ മുഴുവൻ ടാലൻറ്റും കഴിവുകളും ഉപയോഗിക്കുന്നത് റിസർച്ച് പർപ്പസിനായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു തലത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലും അത് യൂട്ടിലൈസ്ഡ് ആകാം. പക്ഷേ അതെത്ര % ആയിരിക്കും? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ടല്ലോ. അപ്പം എത്ര റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താലും മനുഷ്യ ജീവിതത്തെ ഒന്ന് കംഫോർട്ടബിൾ ആകാൻ ഒരു തലത്തിലല്ലേ പറ്റുള്ളൂ. അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നീങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇതിനേക്കാളും എനിക്ക് കൂടുതൽ മനുഷ്യർക്ക് കൊടുക്കണം, കൂടുതൽ സേവനം കൊടുക്കണം. ഇങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഈ ലോക ജീവിതമല്ല, നിത്യതയിലേക്ക് എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ കരുതാൻ, അതായത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ആഡപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ അതല്ലേ കൂടുതൽ നല്ലതെന്ന് എനിക്കിങ്ങനെ എൻ്റെ ചിന്തയിൽ അങ്ങനെ പോയി. പിന്നെ ഞാൻ കരുതി ഇപ്പോൾ ISROയിൽ എൻ്റെ ഹെഡായിട്ട് വരുന്ന ആളെക്കാളും ഞാൻ കംഫോർട്ടബിൾ ആകുന്നത് ഈശോ ഹെഡായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുമ്പോഴായിരിക്കും. ഈശോ ഹെഡായിട്ട് ഉള്ള ലൈഫിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും കംഫോർട്ടബിൾ. അപ്പം എന്നെ ഈ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിലും ഈശോയ്ക്ക് സാധിക്കും. അപ്പം ഞാൻ ഓർത്തു, ഈ ജീവിതം, അതായത് സമർപ്പിത ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. ഈശോയ്ക്ക് വേണ്ടി നടത്തുന്ന സമർപ്പണത്തിനൊരർത്ഥമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ISROയെക്കാളും കൂടുതലായിട്ട് ഈശോയുമായിട്ടുള്ള ജീവിതത്തിന് തന്നെ ഞാൻ മുൻഗണന കൊടുത്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ പോയില്ല. പിന്നെ MTech ഞാൻ കണ്ടിന്യൂ ചെയ്തു. സെക്കൻഡ് ഇയർ MTech കോഴ്സ് NIT കാലിക്കറ്റിൽ നിന്ന് പാസ്ഡായി. എക്സലൻറ്റ് റിസൾട്ട്സ് ഉണ്ടായിരുന്നു. MTech കഴിഞ്ഞ് ഞാൻ സമർപ്പണ ജീവിതത്തിലേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹം വീട്ടിൽ അറിയിച്ചു. മീൻസ് എൻ്റെ ദീർഘകാലത്തെ പ്രാർത്ഥനയും ഒരുക്കവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരെ അറിയിച്ചു. അവർക്ക് വേദനയും വിഷമവും ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്രയും പക്വതയോടെ എടുക്കുന്ന തീരുമാനമാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അവരതിന് സമ്മതം നൽകി. അങ്ങനെ എനിക്ക് എൻ്റെ ഉള്ളിലെ ഒരു
ചൈതന്യമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയോട് കൂടെ ആയിരിക്കുക, ഈശോയോടുള്ള ബന്ധത്തിൽ എത്രത്തോളം ആഴപ്പെടാമോ അത്രത്തോളം ആഴപ്പെടുക, ഡീപ്പാവുക. അപ്പോൾ ആ സ്പിരിച്വാലിറ്റിയാണ് ശരിക്കും കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി. നമുക്കറിയാവുന്ന പോലെ അമ്മ ത്രേസ്യ, യോഹന്നാൻ ക്രൂസ്, കൊച്ചു ത്രേസ്യ, ചാവറപ്പിതാവ്, വിപ്രാസ്യാമയൊക്കെ നടന്നു നീങ്ങിയൊരു വഴിയാണ് അത്. ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയോട് മെഡിറ്റേഷൻ, അതിൽ കൂടുതൽ ഈ കണ്ടംപ്ലേഷനിലൂടെ ഒന്നാവുക എന്നുള്ളതാണ്. അപ്പം ഈ കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇടുക്കി പ്രോവിൻസിലെ CMCയുടെ കോൺഗ്രിഗേഷനിൽ ഞാൻ ജോയിൻ ചെയ്തു. 2019 എൻ്റെ രജിസ്ട്രേഷൻ. സർവശക്തനായ ദൈവമേ, അങ്ങേ ദിവ്യ വിളിക്കുള്ള പ്രത്യുത്തരമായി എന്നെ തന്നെ അങ്ങേക്ക് സമ്പൂർണമായി ആത്മാർപ്പണം ചെയ്യുന്നതിനും ധ്യാനാത്മകവും കർമ്മനിരതവുമായ ജീവിതത്തിലൂടെ ആത്മവിശുദ്ധിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി എന്നെയും എനിക്കുള്ളവയെയും ചെലവഴിക്കുന്നതിനും വേണ്ടി ഞാൻ സിസ്റ്റർ മെർലിൻ പോൾ പരിശുദ്ധ കർമ്മലനാഥയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ എൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വഴി കർമ്മല മാതാവിൻ്റെ സന്യാസിനി സമൂഹത്തിൻ്റെ നിയമപ്രകാരം അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും 1 വർഷത്തേക്ക് അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് വ്രതം ചെയ്യുന്നു. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ, കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കൊടി വാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ, ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ, ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. ആദ്യമായിട്ട് ഈ മഠത്തിൽ വന്നതിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ എന്നെ ഏറ്റവും അധികം ഇമ്പ്രസ് ചെയ്തത് ഇവിടുത്തെ ഓരോ സിസ്റ്റേഴ്സിൻ്റെ മുഖം കേട്ടോ. അന്ന് വരെ നമ്മൾ ഈ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ അധികം സിസ്റ്റേഴ്സിനോട് മിങ്കിൾ ചെയ്തിട്ടില്ല, അപ്പോൾ അവരോട് അധികം മിണ്ടിയിട്ടൊന്നുമില്ല, മിണ്ടിയാൽ എങ്ങനെയാണെന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കയറിയപ്പോഴാണ് ഇത്രയധികം സിസ്റ്റേഴ്സിനെ കാണുന്നത്. എനിക്ക് ആദ്യമായിട്ട് അവരെ ഞാൻ നോട്ടീസ് ചെയ്യുന്ന അവരുടെ സന്തോഷമുള്ള മുഖമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അവരുടെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അവരുടെ ഉള്ളിലുള്ള സന്തോഷമായിരിക്കും അവരങ്ങനെ മുഖത്താണേലും വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്നൊരു തോന്നുന്നു. പിന്നെ ആര് നമ്മളെ കണ്ടു കഴിഞ്ഞാലും നമ്മളെ സ്വീകരിക്കുന്നതായിട്ട്, അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി, സ്നേഹിക്കുന്നതായിട്ട് തോന്നി, സ്നേഹിക്കുന്നൊരു മനസ്സുണ്ടല്ലോ എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നപ്പോൾ വലിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒത്തിരി സിസ്റ്റേഴ്സിനെ കണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായിരുന്നു. കൂടുതൽ പേരെ പരിചയപ്പെടാൻ, ഇത്രയുള്ള സ്നേഹമുള്ള കുറേ പേരെങ്കിലും കണ്ടുകൂട്ടാനൊക്കെ പറ്റിയില്ല എന്നുള്ളൊരു ഫീലിംഗ് ആദ്യം എനിക്കുണ്ടായി. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന വലിയ ലൈബ്രറി, നിറയെ ബുക്സുള്ള ലൈബ്രറി. അപ്പം ഞാൻ ഓർത്തു ഒരു ബുക്കിന് വേണ്ടി ഞാൻ എവിടെയൊക്കെ തപ്പി നല്ലൊരു പുസ്തകം എവിടെയാണ് കിട്ടേണ്ടതെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ വലിയൊരു ലോകം തന്നെ, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന ബുക്സിൻ്റെ വലിയൊരു ലോകം തന്നെ തുറന്നു കിടക്കുക. ഓരോന്നും ഈശോ എൻ്റെ മുമ്പിൽ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു എനിക്കിങ്ങനെ ഒരു ചാപ്പൽ കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ ഓർക്കുകയാണെങ്കിൽ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഓരോ ദിവസവും ഒന്ന് ചാപ്പലിൽ പോകാനൊന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരിടം, ഒരു സ്വസ്ഥത, ഈ ഏകാന്തത, മൗനം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനൊരു ഏകാന്തത ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഈശോയോടുള്ള സംസാരം, നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഈ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന ആ അറ്റ്മോസ്ഫിയറിലാണ് ഈശോ ഏറ്റവും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ
എത്രത്തോളം സമയം നമുക്ക് ആ മൗനത്തിലും ഏകാന്തതയിലും കഴിയുന്നു അത്രത്തോളം സമയം ഈശോ നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കമ്പനി നമുക്ക് മിസ് ചെയ്യാൻ ആഗ്രഹിക്കില്ലാത്തതുകൊണ്ട് ആ കമ്പനി നമ്മൾ ഓരോ നിമിഷം എൻജോയ് ചെയ്യുന്നതുകൊണ്ടും എത്ര സമയം എനിക്ക് ഈ സൈലൻസിൽ കിട്ടിക്കഴിഞ്ഞാലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചെറിയ മുറി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈശോ എനിക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരുന്നു. അതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ റിയലി എക്സൈറ്റിംഗ് ആണ് ഈ ലൈഫ്. എന്ന് വെച്ചാൽ സഹനങ്ങളൊന്നും ഇല്ല എന്നല്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ പറ്റുന്നൊരു സൂപ്പർ പവറിൻ്റെ കൺട്രോളിലാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫ്രീഡം ഇല്ലേ, അതായത് എന്ത് സംഭവിച്ചാലും അവൻ നോക്കിക്കൊള്ളൂ എന്നുള്ളൊരു ഫ്രീഡം. ആ ഫ്രീഡം തരുന്ന ഒരു എൻജോയ്മെൻറ്റ്, അതാണ് ഈ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരു കോറെന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈശോയായിട്ട് ഈ പേഴ്സണലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക്. ഇത്ര ഫ്രീ ആണത്, സിമ്പിളാണത് അല്ലേ, ഒരു വെളിപ്പാടകലെ അവനില്ലേ. അപ്പോൾ ഈ സ്നേഹത്തിലേക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരിക, അവൻ കൂടെയുള്ള ആനന്ദത്തിലേക്ക് കടന്നു വരിക, അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ നിറവ്. ശരിക്കും പറഞ്ഞാൽ സമർപ്പിത ജീവിതത്തിൽ എൻ്റെ മുൻപിൽ ഒരുക്കപ്പെട്ട ഓരോന്നും ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സർപ്രൈസായിട്ട് ഈശോ ഇതെല്ലാം മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമർപ്പിത ജീവിതത്തിൻ്റെ ധന്യതയാണ് ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുമ്പം ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകും, അന്ന് നേരത്തെ അങ്ങ് വന്നുകൂടായിരുന്നോ എന്ന്. അപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലിംഗ് ആട്ടോ ഈ സമർപ്പിത ജീവിതം. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. എൻ മനസ്സിൻ്റെ വാതിൽ നിനക്കായി മാത്രമെന്നും തുറക്കും. ഈശോയേ, കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കൊടിവാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ. നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ.